Hello, everyone, and welcome back. Today, we are going to discuss John Dryden. അദ്ദേഹം ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന പേപ്പർ ഫോർത്ത് സെമസ്റ്റർ ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ ഇംഗ്ലീഷിൽ വരുന്ന ലിറ്റററി ക്രിറ്റിസിസം പേപ്പറിൽ സെക്കൻഡ് മോഡ്യൂൾ കൊടുത്തിരിക്കുന്ന ക്രിട്ടിക്കാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ജോൺ ഡ്രൈഡൻ. ആൻഡ് ഹി വാസ് ബോൺ ഇൻ ആക്ച്വലി 1631 ആൻഡ് അദ്ദേഹം മരിക്കുന്നത് 1700-ലാണ്. John Dryden was an English poet, literary critic, translator, and playwright. And most importantly, അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നു. ഓക്കെ, വാസ് ദ ഫസ്റ്റ് പോയറ്റ് ലോറിയേറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്, യു കൻ സി അത് 1668-ലാണ് ആ ഒരു ഇയർ. And the second point is he is seen as dominating the literary life of Restoration England to such a point that the period came to be known in literary circle as the age of Dryden. ഇദ്ദേഹം റെസ്റ്റോറേഷൻ പീരീഡിലാണ് അദ്ദേഹത്തിൻ്റെ ലിറ്റററി കാരിയർ കൂടുതലും സ്പെൻഡ് ചെയ്തിരുന്നത്. 1660 മുതൽ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടമാണ് കേട്ടോ ഈ റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റോറേഷൻ നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ ഒരു കുറച്ച് പീരീഡ് ഡൈനാസ്റ്റി ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1649 to 1660 ആ ഒരു പീരീഡിനെ പ്യൂരിറ്റൻ ഏജ് എന്നും കോമൺവെൽത്ത് പീരീഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിനുശേഷം വീണ്ടും ഡൈനാസ്റ്റി തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 1660-ലായിരുന്നു അത്. അതിൻ്റെ മുൻപ് പ്യൂരിറ്റൻ പീരീഡിൽ 1649 മുതൽ തുടങ്ങുന്ന ആ ഒരു പീരീഡിൽ ലിറ്ററേച്ചറിനൊക്കെ ഭയങ്കര തിരിച്ചടി നേരിട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു എക്സ്ട്രീം റിലീജിയസ് ഗ്രൂപ്പായിരുന്നു പ്യൂരിറ്റൻസ്. ആൻഡ് ആ ഒരു കാലഘട്ടത്തിൽ ഈവൻ തിയേറ്റർ പോലും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ കാലഘട്ടം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ റെസ്റ്റോറേഷൻ പീരീഡിൽ ഇദ്ദേഹം വളരെ ഒരു മേജർ റൈറ്റർ ആയിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു പീരീഡിനെ പോലും ഏജ് ഓഫ് ഡ്രൈഡൻ എന്നാണ് വിളിച്ചത്. ആൻഡ് romantic writer Sir Walter Scott called him Glorious John. As a writer, John Dryden is known to be very versatile and succeeded in many different written forms, poetry, prose plays. ഇതിലെല്ലാം അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്ന് പറയാം. ആൻഡ് വാൾട്ടർ സ്കോട്ട് അദ്ദേഹത്തെ ഗ്ലോറിയസ് ജോൺ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാം. And Dryden was also very influential due to his translations of Homer and Lucretius, Horace, Ovid, and Juvenal, and Perseus, and Boccaccio, Geoffrey Chaucer, notably Virgil. ഇവരുടെ എല്ലാം വർക്കുകൾ ഇദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഓൾസോ ദേ വർ വെരി വെരി ഫേമസ്. And John Dryden's an essay on dramatic poesy presents a brief discussion on the neoclassical theory of literature. He defends the classical drama, saying that it is an imitation of life and reflects human nature. And ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് an essay on dramatic poesy. ഇതിനകത്ത് അദ്ദേഹം ഒരു നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്താണെന്ന് പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ലിറ്ററേച്ചർ അദ്ദേഹത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു 1660 വെച്ച് തുടങ്ങുന്ന പീരീഡാണ്. റെസ്റ്റോറേഷൻ മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന കാലഘട്ടമാണ്. ഈ ഒരു പീരീഡിനെ ഇങ്ങനെ നിയോ ക്ലാസിക്കൽ എന്നുള്ള പേര് വിളിക്കാൻ കാരണം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഴുത്തുകാർ, റൊമാൻറ്റിക് പീരീഡിന് മുന്നുള്ള ഒരു കാലഘട്ടമാണത്. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റൈറ്റേഴ്സ് വിചാരിച്ചത് നല്ല റൈറ്റേഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, പഴയ റൈറ്റേഴ്സിനെ പോലെ ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഈ BC-ലൊക്കെ ജീവിച്ച പഴയ റോമൻ ഗ്രീക്ക് ഒക്കെ റോമൻ ഗ്രീക്ക് റൈറ്റേഴ്സ്. അപ്പോൾ അവരുടെ വർക്കുകൾ നമ്മൾ ഇന്നും പഠിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ അത്ര പ്രാധാന്യം അതിനകത്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. അത്രയും റെലവൻസ് ഉണ്ട് വർക്ക്സിന്. സോ വി കോൾ ഇറ്റ് ക്ലാസിക്കൽ ഓൾസോ. ഓക്കെ, ക്ലാസിക്കൽ.
അപ്പം ആ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ, പഴയ റൈറ്റേഴ്സിൻ്റെ പോലെ നമ്മൾ എഴുതണം, അവരെഴുതിയ പോലെ തന്നെ നമ്മൾ എഴുതണം, അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒക്കെ എഴുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പീരീഡിനെ ഇങ്ങനെ വിളിച്ചത് നിയോ ക്ലാസിക്കൽ. അപ്പോൾ ആ നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് ഈ ഒരു എൻ എസ്സേ ഓൺ ഡ്രമാറ്റിക് കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്ലാസിക്കൽ ഡ്രാമയെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഈസ് ആൾസോ എ ക്ലാസിക്കൽ റൈറ്റർ. ഓക്കെ. And this an essay on dramatic poesy is written in the form of a dialogue among four gentlemen. Okay, they are Eugenius, Crites, Lycidas, and Neander. ഈ ഒരു ഡയലോഗ് ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ ഈ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി എഴുതിയിരിക്കുന്നത്. ഡയലോഗ് ഫോം എന്ന് പഴയ ക്ലാസിക്കൽ റൈറ്റേഴ്സൊക്കെ സ്വീകരിച്ചിരുന്നൊരു മെത്തേഡായിരുന്നു എഴുത്തിന്. നമ്മുടെ പ്ലേറ്റോ പോലും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് ഒക്കെ നമുക്കറിയാം. സോ ഇവർ ആ ഒരു ക്ലാസിക്കൽ ഫോമിന് എത്രത്തോളം അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് ഇവർ എഴുതിയൊരു ഫോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദി ആർ ഓൾസോ റൈറ്റിംഗ് ഇൻ ദ ഫോം ഓഫ് ഡയലോഗ്, കൈൻഡ് ഓഫ് ഇമിറ്റേറ്റിംഗ് ദി ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് 4 ആളുകളുടെ തമ്മിലുള്ള ഡയലോഗാണ്. അതിനകത്ത് ഡ്രൈഡൻ, അല്ലെങ്കിൽ ഡ്രൈഡൻ്റെ അഭിപ്രായം ഡ്രൈഡൻ പറയുന്നത് നിയാൻഡർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. ഓക്കെ. Then, so let's see what's the function or functions of poetry according to Dryden. Dryden എന്താണ്, കവിത എന്താവണം, കവിതയുടെ ഫങ്ഷൻ എന്താണ് എന്നൊക്കെ പറയുന്നത് നോക്കാം. അല്ലെങ്കിൽ കവിതയെക്കുറിച്ച് ഡ്രൈഡൻ്റെ അഭിപ്രായം നോക്കാം. So first, as we know, Plato wanted poetry to instruct the reader, Aristotle to delight, Horace to do both, and Longinus to transport. And Dryden was a bit moderate and considerate in his views and familiar with all of them. Okay, ഇത് നമുക്കറിയാം. പ്ലേറ്റോ എങ്ങനെയാണ് കവിതയെ അപ്രോച്ച് ചെയ്തത് എന്ന് നമുക്കറിയാം. ഒരു നല്ല അപ്രോച്ച് ആയിരുന്നില്ല പ്ലേറ്റോയുടേത്. പ്ലേറ്റോ കവിത ഇൻസ്ട്രക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതായിരിക്കണം പ്രധാനപ്പെട്ട ഒരു കവിതയുടെ എയിം എന്ന് പ്ലേറ്റോ വിശ്വസിച്ചു. അരിസ്റ്റോട്ടിൽ ഡിലൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെങ്കിൽ അതിന് കവിത വായിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം. ആൻഡ് ഹൊറൈസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ആണ്, അദ്ദേഹം രണ്ടിനും പ്രാധാന്യം കൊടുത്തു. ആൻഡ് ലൊഞ്ചൈനസ് ടു ട്രാൻസ്പോർട്ട്, നമ്മളൊരു മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകണം കവിത, ആ രീതിയിലാണ് ലൊഞ്ചൈനസ് പറയുന്നത്. ഡ്രൈഡൻ എ ബിറ്റ് മോഡറേറ്റ് ആണ്. അപ്പം അദ്ദേഹം ഇവരെല്ലാവരെയും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ. He believed that the end of poetry is delight and transport rather than instruction. So his point here is very clear. ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, പക്ഷേ മെയിൻ ഗോൾ എന്തായിരിക്കണം? ഓക്കെ. എൻഡ് ഓഫ് പോയട്രി ഡിലൈറ്റ് ആണ്, സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, നമ്മൾ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, റാദർ ദാൻ ഇൻസ്ട്രക്ഷൻ. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇമിറ്റേറ്റ് ലൈഫ് ബട്ട് പ്രസൻസ് ഇറ്റ്സ് വേർഷൻ ഓഫ് ഇറ്റ്. ഓക്കെ. സോ ഒരു മിയർ ക്ലാസിക്കൽ റൈറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റോ അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞ പോലെയുള്ള ഇമിറ്റേഷനാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷൻ അല്ല. ഓക്കെ. ആൻഡ് സോ ഹിയർ ഹി സേസ് ലൈക്ക് ഇറ്റ് പ്രസൻസ് ഇറ്റ്സ് വേർഷൻ ഓഫ് ഇറ്റ്. ഓക്കെ. ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ലൈഫാണ് നമ്മൾ കാണുന്നത്. വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ മിയർ imitation. According to Dryden, the poet is neither a teacher nor a bare imitator like a photographer, but a creator, one who, with life or nature as his raw material, creates new things altogether resembling the original. ഇപ്പം ഇദ്ദേഹം കവി കേവലം ഒരു ഇമിറ്റേറ്റർ അല്ല, ലൈക്ക് എ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് ഈസ് എ ക്രിയേറ്റർ. അദ്ദേഹം ഒരു ക്രിയേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള റോ മെറ്റീരിയൽ ഈ ലൈഫും നേച്ചറും എല്ലാമാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ക്രിയേറ്റ്സ് ന്യൂ തിങ്സ് ആസ് യു ക്യാൻ സീ ഹിയർ. ആൻഡ് ബട്ട് ഇറ്റ് മൈറ്റ് റിസംബിൾ ദ ഒറിജിനലിന് സമാനമായ ഒരു പുതിയ കാര്യമാണ് കവി സൃഷ്ടിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കേവലം ഒറിജിനലായിട്ടുള്ള സാധനത്തെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല. And he's creating something new, but at the same time it might resemble the original. അങ്ങനെയാണ് പറയാം. ഓക്കെ. ഒറിജിനലിനായിട്ട് ഇതിന് സാമ്യത ഉണ്ടാകാം. ഓക്കെ.
Then he says again, the poet is neither a teacher nor a bare imitator, like repetition, ഈ ഒരു പോയിന്റ് റിപ്പീറ്റ് ചെയ്താണ്, സോറി. ആൻഡ് ഈ അവസാനത്തേത് നോക്കൂ, അക്കോർഡിംഗ് ടു ഹിം പോയട്രി ഈസ് എ വർക്ക് ഓഫ് ആർട്ട് റാദർ ദാൻ മിയർ ഇമിറ്റേഷൻ എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് while the poet is free to imitate things as they are said or thought to be, he also gives a spirited defense of a poet's right to imitate what could be, might be, or ought to be. And he cites in this context the case of Shakespeare, who so deftly exploited elements of the supernatural and elements of popular beliefs and superstitions. Dryden would also regard such exercises as imitation, since it is drawing on men's fancies. Here, ഇദ്ദേഹം പറയുന്നത് നമ്മൾ പോയറ്റ് ഈസ് ഫ്രീ ടു ഇമിറ്റേറ്റ് തിങ്സ് ആസ് ദേ ആർ സെഡ് ഓർ തോട്ട് ടു ബി, അല്ലേ? ഒരു കാര്യത്തെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോയറ്റിന് പറ്റും, അല്ലെങ്കിൽ പോയറ്റ് ഹാസ് ഗോട്ട് ദാറ്റ് റൈറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ലൈഫിനെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കവിതയിലൂടെയൊക്കെ ചിത്രീകരിക്കാം, നോ പ്രോബ്ലം. ഓക്കെ. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തുകൂടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും? ഹി ആൾസോ ഗീവ്സ് എ സ്പിരിറ്റഡ് ഡിഫെൻസ് ഓഫ് എ പോയറ്റ്സ് റൈറ്റ് ടു ഇമിറ്റേറ്റ് വാട്ട് കുഡ് ബി ഓർ മൈറ്റ് ബി ഓർ ഓട്ട് ടു ബി. ഇങ്ങനെയും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. ഒരു കാലത്തെ കാര്യത്തെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഓക്കെ റൈറ്റ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ഒരു കാര്യം എങ്ങനെയായിരിക്കാം, അല്ലേ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് പച്ചയായി പറയുന്നത് ഒരു സംഭവം എന്തെങ്കിലും ഒരു സംതിങ് ഹാപ്പൻ സപ്പോസ്, അത് നമ്മൾ അതുപോലെ തന്നെ ചിത്രീകരിക്കുന്നത് ഒരു ബെയർ ഇമിറ്റേഷനാണ്. അതിന് പോയിട്ടിന് റൈറ്റ് ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ഹി ഹാസ് ഗോട്ട് ദാറ്റ് റൈറ്റ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അത് എങ്ങനെയായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ കവിയുടേതായിട്ടുള്ള ആ ഒരു ഇമാജിനേഷനിൽ ആ ഒരു സംഭവത്തെ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും വ്യത്യസ്തമായ രീതിയിൽ. ഓക്കെ, ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു സജഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം. അപ്പോൾ ഇതിനെല്ലാം ഉള്ള റൈറ്റ് ഒരു പോയിറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഹി ഹാസ് ദാറ്റ് റൈറ്റ് ടു ഇമിറ്റേറ്റ് വാട്ട് കുഡ് ബി, എന്തായിരുന്നേക്കാം, അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത്, അതിന് പകരം എന്താകണം. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് ഷേക്സ്പിയറൊക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഷേക്സ്പിയർ മാത്രമല്ല, ഒരുപാട് റൈറ്റേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോയിറ്റ്സ്. ഫോർ എക്സാമ്പിൾ മിൽട്ടനെ നമ്മൾ എടുത്തു നോക്കുകയാണ്. ഇപ്പോൾ മിൽട്ടൺ ഇതിനകത്ത് ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പാരഡൈസ് ലോസ്റ്റ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ഓക്കെ, ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് പാരഡൈസിലേക്ക് അയക്കുന്നു, അവിടെ നിന്ന് ഒരു പഴം കഴിക്കുന്നു, പുറത്താക്കുന്നു. ഓക്കെ, സോ ഇത് അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന ഒരു സെയിം സാധനത്തെ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദൈവവുമായിട്ട് നടക്കുന്ന വാറും അതുപോലെ അവർ നരകത്തിലൊക്കെ വെച്ച് നടത്തുന്ന മീറ്റിംഗ് കാര്യങ്ങൾ, ഇതെല്ലാം മിൽട്ടൻ്റെതായിട്ടുള്ള കുറേ ഇമാജിനേഷനിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തത്. ആൻഡ് ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ കാര്യം എടുത്ത് നോക്കി, ഷേക്സ്പിയറിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേകളിലൊക്കെ നമുക്ക് ഈ വിച്ചുകളൊക്കെ വരുന്നത് കാണാം. ഓക്കെ, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് എന്നിവിടെ പറയുന്ന സാധനം, ആളുകളുടെ സൂപ്പർസ്റ്റിഷ്യൻസ്, ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു ഇമിറ്റേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ആളുകൾ ഇതിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം, ആ ഒരു സൊസൈറ്റിയാണ് അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഈ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സിൽ വിച്ചിലൊക്കെ വിശ്വാസമുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ അതിന് ഇമിറ്റേറ്റ് ചെയ്തു. എന്നാൽ ഷേക്സ്പിയർ ക്രിയേറ്റ് ചെയ്ത വിച്ച് ഒരു യുണീക്ക് സാധനമാണ്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇമാജിനേഷനിൽ വരുന്ന സാധനമാണ്. യഥാർത്ഥത്തിലുള്ള വിച്ചിനും അതേപോലെ തന്നെ പറയുകയല്ല അദ്ദേഹം ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിന് ഹി ഹാഡ് ദാറ്റ് റൈറ്റ് ടു convert those things according to his perspective or his views. അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് അത് മാറ്റാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതും ഒരു ഇമിറ്റേഷൻ തന്നെയാണ്. റൈറ്റ്, ഇതൊരു ഇമിറ്റേഷൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഡ്രൈഡൻ വുഡ് ആൾസോ റിഗാർഡ് സച്ച് ആൻ എക്സസൈസ് ആൾസോ ആസ് ഇമിറ്റേഷൻ സിൻസ് ഇറ്റ് ഈസ് ഡ്രോയിങ് ഓൺ അതർ മെൻസ് ഫാൻസീസ്. ഇത് മറ്റുള്ള ആളുകളുടെ ഇമാജിനേഷനിൽ വന്നൊരു സാധനമായിരുന്നു ഈ വിച്ചുകളും. ഇറ്റ് വാസ് മേ നോട്ട് ബി ഇറ്റ് വാസ് സംതിങ് ദാറ്റ്സ് ഒറിജിനൽ, ഒരിക്കലല്ല. ഇപ്പോൾ വിച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ പക്ഷേ നമുക്ക് ഇന്നറിയാം ഇല്ല.
ഓക്കെ, ഈ പല സൂപ്പർസ്റ്റീഷ്യസ് സാധനങ്ങളും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പം ഒരു ഇല്ലാത്തൊരു സാധനത്തെ ഇമിറ്റേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇത് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ വന്ന ഒരു ഇമാജിനേഷൻ ആയിരുന്നു, മറ്റുള്ള ആളുകളുടെ മനസ്സിൽ വന്ന ഫാൻസി ആയിരുന്നു, അതർ മാൻസ് ഫാൻസി. അപ്പം മറ്റുള്ള ആളുകളുടെ ഇമാജിനേഷൻ അദ്ദേഹം എന്ത് ചെയ്തു, ഇമിറ്റേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, ദെൻ വാട്ട്സ് ഹിസ് ഒപ്പീനിയൻ ഓൺ ഡ്രമാറ്റിക് പോയട്രി ഓർ poetry? Okay. Oh, sorry, not poetry, but drama. Dramatic poetry means drama. അപ്പോൾ അദ്ദേഹം ഡ്രാമ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. പോയട്രി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഡ്രാമയാണ് പറയുന്നത്. ആൻഡ് ഹി ഡിഫൈൻസ് ഡ്രാമ ലൈക്ക് ജസ്റ്റ് ആൻഡ് ലൈവ്ലി ഇമേജ് ഓഫ് ഹ്യൂമൻ നേച്ചർ representing its passions and humors and the changes of fortune to which it is subject for the delight and instruction of mankind. അദ്ദേഹം പറയുന്നത് ഒരു ക്ലിയർ, ജസ്റ്റ് ഓർ ട്രൂ ആൻഡ് ലൈവ്ലി ഇമേജ് ഓഫ് ഹ്യൂമൻ നേച്ചർ, ഇതാണ് ഒരു നാടകം. ഓക്കെ, അതിൽ മനുഷ്യൻ്റെ പാഷൻസ്, ഹ്യൂമേഴ്സ് എല്ലാം ഉണ്ട്. ആൻഡ് ദ ചേഞ്ചസ് ഓഫ് ഫോർച്യൂൺ ടു വിച്ച് ഇറ്റ് ഈസ് സബ്ജക്റ്റ്, അതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ചേഞ്ചസ് ഓഫ് ഫോർച്യൂൺസ്. ഇപ്പോൾ ഒരാൾ വലിയ എന്താ പറയുക, സമൂഹത്തിൽ വലിയ ഒരു ഉന്നതിയിലൊക്കെ നിൽക്കുന്ന ആൾ, ഭയങ്കര ഫോർച്യുനേറ്റ് ആയിട്ടുള്ള ആൾ, അങ്ങനെ ഫോർച്യൂണുള്ള ആൾ ചില പെട്ടെന്ന് പാവപ്പെട്ട ആളായി മാറാം. അങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ച് ഓഫ് ഫോർച്യൂൺ ഇതിനകത്ത് കാണും. ഇതൊക്കെ എന്തിനാണ്? ഫോർ ദ ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇതൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. And Dryden paid intense attention to drama as theatre was the most influential genre of his times. There were many controversies and puritanical resistance against theatrical excesses. The introduction of unpalatable or incredible scenes such as battles and deaths on the stage. Dryden countered these by observing that there is nothing wrong in physical actions like battles, duels, and the like, but as death can never be imitated, it was hence to be avoided on the stage. അപ്പോൾ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നു. കരാർ കാലഘട്ടത്ത് എന്ന് പറയുന്നത് നാടകത്തിനെതിരെ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്യൂരിറ്റൻസ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഒരു സമയത്ത് തിയേറ്റർ പോലും ക്ലോസ് ചെയ്തു അവർ. ഓക്കെ, നാടകത്തിൽ ഒരുപാട് അനാവശ്യ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇമ്മോറലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നാടകത്തെ ഈ എക്സ്ട്രീം റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ബാൻ ചെയ്തിരുന്നത്. ഓക്കെ, സോ അതിനകത്ത് കുറേ എക്സസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ ഇവർ ബാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അത് ആക്ച്വലി ബാൻ ചെയ്യേണ്ട കാര്യമില്ല, നാടകത്തിൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവർ ഈ കുറേ ബാറ്റിലും സാധനങ്ങളൊക്കെ ആളുകളെ വഴിതെറ്റിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിതിനെയൊക്കെ ഒഴിവാക്കാനും അതിനെ ബാൻ ചെയ്യാനൊക്കെ പോയിരുന്നത്, ഈ പ്യൂരിറ്റൻസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇതിനെ കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്രൈഡൻ കൗണ്ടേർഡ് ദീസ് by observing that there is nothing wrong in physical actions like battle, duels, and the like. ഇതെല്ലാം നമ്മളൊക്കെ എല്ലാവരും നടക്കുന്ന സാധനമാണ് അന്നത്തെ കാലത്തൊരു. അപ്പോൾ ഇത് പിന്നെ സ്റ്റേജിൽ ചെയ്യുന്നതിൽ എന്താണ് ഇത്ര മോശം? ദർ ഇസ് നത്തിങ് റോങ്. ഈ ബാറ്റിൽസും ഈ ഡ്യുവൽസും ഒക്കെ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ലാണ് അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ പോയത്. എന്നാൽ ഡെത്ത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഡെത്തിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്റ്റേജിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരാൾ മരിക്കുന്നു എന്നുള്ളത് നമ്മൾ പക്ക അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതായിരിക്കാം. ആക്ച്വലി ഇറ്റ്സ് പോസിബിൾ, ബട്ട് എങ്ങനെയായാലും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾ മരിക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ നെവർ ബി ഇമിറ്റേറ്റഡ്. ഈ ഷേക്സ്പിയറിൻ്റെ ഒക്കെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, ഈ പലപ്പോഴും കൊലപാതക സീനൊക്കെ അദ്ദേഹം ഒഴിവാക്കാറുണ്ട്, സ്റ്റേജിൽ ഒഴിവാക്കും. ഒരാൾ മരിച്ചു അല്ലെങ്കിൽ കുത്തിയിട്ടൊക്കെ വാളുകൊണ്ടൊക്കെ കുത്തുന്ന സീന, കുത്തുന്നതും മരിക്കുന്നതൊന്നും കാണിക്കൂല. പിന്നെ രക്തം പുരണ്ട വാളായിട്ട് വരുന്ന ആളെ കാണുക, അവൾ കൊന്നു വരിക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കൊല്ലുന്ന ആ ഒരു പെർട്ടിക്കുലർ സീൻ ഇവർ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സംഗതിയെ ഇയാൾ ഓക്കെ നല്ലതാണെന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നുണ്ട്. ബട്ട് ബാറ്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേജിൽ ഉൾപ്പെടുത്താം, ബട്ട് കൊല്ലുന്ന സീൻ ഒഴിവാക്കാം എന്നാണ് ഡ്രൈഡൻ്റെ അഭിപ്രായം. ആൻഡ് ദെൻ
Dryden demolished the formidable trinity of the so-called three unities: the prejudice against tragicomedy, and the rigorous enforcement of the principles of decorum. He was not a hidebound neo-Aristotelian like his contemporary Rhymer, who denounced Shakespeare for his refusal to fall in line with the principle or principles of Aristotle. അപ്പോൾ ഡ്രൈഡനെ സംബന്ധിച്ചിടത്തോളം അന്ന് അരിസ്റ്റോട്ടിലറുടെയൊക്കെ ഫോളോവേഴ്സ് പറഞ്ഞിരുന്നത് നാടകത്തിനകത്തൊരു ത്രീ യൂണിറ്റീസ് നമുക്ക് അത് അറിയാം. ത്രീ യൂണിറ്റീസ്: യൂണിറ്റി ഓഫ് ടൈം, ആൻഡ് യൂണിറ്റി ഓഫ് പ്ലേസ്, ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ. അത് നമുക്കറിയാം. അപ്പോൾ ഇത് എല്ലാ നാടകങ്ങളിലും പല ആളുകളും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂണിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു 24 hours ഉള്ളിൽ നടക്കുന്ന കാര്യമായിരിക്കണം അല്ലേ? ഒരു സംഭവം ഇപ്പം നോക്കൂ, ഒരു സംഭവം ഈ 2023 നടക്കുന്നു, എന്നിട്ട് പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് പോകാമെന്ന് വിചാരിച്ചു 1950 പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതല്ലെങ്കിൽ കുറേ ഫോർവേഡ് ടൈം കുറേ മുന്നോട്ട് പോയാലും പ്രശ്നം. അപ്പം ഇങ്ങനെയൊന്നും പോകാതെ കഥകളൊക്കെ പറയാം, കഴിഞ്ഞു പോയത് കാര്യത്തിലുള്ള കഥകളൊക്കെ പറയാം. പക്ഷേ ആക്ഷനോ കുറേ ടൈമിൽ കുറേ മുന്നോട്ട് ചാടുന്നു, ബാക്കിലോട്ട് ചാടുന്നു, അങ്ങനെയൊക്കെയുള്ള ജമ്പിങ് ടു ആൻഡ് ഫോർ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 24 hours ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നാടകം ചെയ്യാൻ. യൂണിറ്റി ഓഫ് ടൈം. അതുപോലെ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആക്ഷൻ ഇപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ നടക്കുന്നു, ഓക്കെ, ഇന്ത്യയിൽ നടക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നു, എന്നിട്ട് മറ്റൊരു ആക്ഷൻ വേറെ എവിടെയോ, ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ നടക്കുന്നു. സ്ഥലം പെട്ടെന്ന് മാറിപ്പോവുക. ഇതും ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ യൂണിറ്റി ഓഫ് ആക്ഷൻ, ഒരു ആക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഒരുപാട് ആക്ഷൻസ് നാടകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുക. ഓക്കെ, സ്റ്റോറീസ് ഇൻസൈഡ് ദ സ്റ്റോറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും പാടില്ല എന്ന് ഒക്കെ വിശ്വസിച്ചിരുന്നു ആളുകൾ. ഈ പ്രത്യേകിച്ച് ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്ന ടീം. പക്ഷേ ഇയാളൊരു ക്ലാസിക്കലാണെങ്കിൽ പോലും ഈ യൂണിറ്റീസിൽ ഇദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഷേക്സ്പിയറിനെ പോലെയുള്ള റൈറ്റേഴ്സ് ഈ യൂണിറ്റി ഒന്നും ഫോളോ ചെയ്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമില്ലാന്ന് അദ്ദേഹം ഡ്രൈഡൻ വിശ്വസിച്ചിരുന്നു. ആൻഡ് ട്രാജി കോമഡിക്ക് എതിരെ ആളുകൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ട്രാജി കോമഡി നോ പ്രോബ്ലം എന്നാണ് ഡ്രൈഡൻ്റെ അഭിപ്രായം. ചില ആൾക്കാർ കോമഡിയും ട്രാജഡി മിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഹീ സേസ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ആൻഡ് അതുപോലെ തന്നെ കുറേ ഡിക്കോറം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റൂൾസുകൾ നാടകത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇദ്ദേഹം എതിരാണ്. ഓക്കെ, ആൻഡ് സോ ഇദ്ദേഹം എന്താ പറയുക, ഒരു അരിസ്റ്റോട്ടിലിയൻ അല്ല. അരിസ്റ്റോട്ടിലിൻ്റെ എല്ലാ ആശയങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ റൂൾസുകളും ഇദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എസ്പെഷ്യലി നാടകത്തിൻ്റെ കാര്യത്തിൽ. സോ വി ക്യാൻ സേ ലൈക്ക് ഹി ഈസ് നോട്ട് എ ന്യൂ അരിസ്റ്റോട്ടിലിയൻ. ലൈക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടംപററി റൈമർ ഒക്കെ പോലെയുള്ളൊരു അരിസ്റ്റോട്ടിലിയൻ അല്ലെങ്കിൽ ന്യൂ അരിസ്റ്റോട്ടിലിയൻ അല്ല ഡ്രൈഡൻ. ഓക്കെ, ഇപ്പോൾ ഈ റൈമറൊക്കെ ഷേക്സ്പിയറിനെയൊക്കെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷേക്സ്പിയറിൻ്റെ എഴുത്തിനെയൊക്കെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെയൊന്നും ഉള്ള, എസ്പെഷ്യലി നാടകങ്ങളിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഷേക്സ്പിയർ പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷേക്സ്പിയർ നല്ല റൈറ്റർ അല്ല എന്നുള്ള രീതിയിലൊക്കെ റൈമറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഡ്രൈഡൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ്സ് പോയിന്റ്. And Dryden seems to have had a belief, like Longinus and the Romantics, in inspiration and the inborn creative power of the poet. He favored the romantic extravagancies of Shakespeare and candidly criticized ancient Roman and contemporary French drama, which strictly followed all the rules. ഇദ്ദേഹം ഒരു ഷേക്സ്പിയറെ പോലെ കുറച്ചുകൂടി ഫ്രീഡം എടുത്ത് എഴുതുന്ന തന്നെയാണ് നല്ലത്. അത്തരം എഴുത്തുകാരെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നത്. വളരെ സ്ട്രിക്റ്റ് റൂൾ ഫോളോ ചെയ്ത് എഴുതുന്ന റൈറ്റേഴ്സിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷേക്സ്പിയർ കുറച്ചുകൂടി ലിബറലാണ്, അല്ലെ, കുറച്ചുകൂടി ഫ്ലൂയിഡാണ് എഴുത്തിൽ. സോ ഹി സപ്പോർട്ടഡ് ഷേക്സ്പിയർ. ആൻഡ് ബട്ട് വി കൻ സേ അദ്ദേഹം ഒരു റൂളിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അടുത്ത പോയിൻ്റ് അതാണ്. ഓഫ് കോഴ്സ് ഹി ഫേവേർഡ് റെഗുലാരിറ്റി ആൻഡ് ഡിഫറൻസ് ടു സം ബേസിക് റൂൾസ്.
of and difference to some basic rules of composition, but he refused to worship these rules and to consider them as substitutes for real inspiration and intensity of expressions. But the point is here, അദ്ദേഹം ചില നിയമങ്ങളൊക്കെ വേണം, അപ്പാടെ വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അതിനെ നമ്മൾ വേർഷിപ്പ് ചെയ്യുന്ന നിയമങ്ങൾ. പിന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും റൂൾസ്, നമ്മുടേതായിട്ട് പ്രത്യേകിച്ച് എഴുത്തുകാരന് ഒരു ഫ്രീഡവും ഇല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾക്കനുസരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ന് പറയുന്നതിനെയാണ് അദ്ദേഹം എതിർക്കുന്നത് കേട്ടോ. എന്നാൽ ചില ബേസിക് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ്സ് ഹിസ് പോയിന്റ്. Then Dryden did not subscribe to the prevalent interpretations of the three unities, that the plot should be single, then that time of action 24 hours, and the place the same everywhere. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന് അദ്ദേഹം എതിർക്കുന്നുണ്ട്. ഇത് വേണമെന്ന് പറഞ്ഞ് വാശിടിക്കാൻ പറ്റില്ല. ആൻഡ് favoring the weaving of a subplot into the main plot, he also observed that increasing the time frame allows for greater maturity of the plot. He disregarded the unity of place as well. അപ്പോൾ ഒരു പ്ലോട്ടിനകത്ത് ചിലപ്പോൾ മറ്റ് സബ് പ്ലോട്ടുകൾ ഉൾപ്പെടുത്തുന്നതിലൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അത് പ്ലോട്ടിൻ്റെ മൊത്തത്തിൽ നാടകത്തിൻ്റെ ഒരു മെച്യൂരിറ്റിയെ വർദ്ധിപ്പിക്കും, അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കി കൺഫ്യൂസിങ് ആക്കല്ല ചെയ്യുന്നത് എന്നാണ് ഡ്രൈഡൻ പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ യൂണിറ്റി ഓഫ് പ്ലേസിനൊന്നും ഒരു കുഴപ്പമില്ല. അതിന് മീൻസ് അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലേസൊക്കെ മാറ്റാം. അല്ലെ, ഒന്ന് ഇവിടെ നടന്നു, മറ്റൊന്ന് അമേരിക്കയിൽ നടക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു.